കേരളത്തിന് ഇപ്പോൾ ഈ നിലയിലെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ മോദി സർക്കാരിൻ്റെ ഇടപെടലുകളുടെ ഫലമായിട്ടാണ്. 2004 മുതൽ 2014 വരെ 10 വർഷം ഭരിച്ച UPA ഗവൺമെൻറ് കേരളത്തിന് നൽകിയതിൻ്റെ 10 ഇരട്ടി ആനുകൂല്യങ്ങളാണ് 2014 മുതൽ 2024 വരെയുള്ള ഈ കാലയളവിൽ മോദി സർക്കാർ കേരളത്തിന് നൽകിയത്. അത് നികുതി വിഹിതമായാലും, അത് GST കുടിശ്ശികയായാലും, അത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആയാലും, അത് വിവിധ പദ്ധതികൾക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പായാലും നരേന്ദ്രമോദി സർക്കാർ 10 മടങ്ങ് അധികം കേരളത്തിന് നൽകിയിട്ടുണ്ട്. വസ്തുതാപരമായ ഈ കണക്കുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, കേരളം കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് എന്തെല്ലാം നേടി, കേരളത്തിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യം ഓരോ വോട്ടർമാരിലും എത്തിക്കുക എന്നുള്ള ഉദ്ദേശം ഈ പദയാത്രയ്ക്കുണ്ട്. മറ്റൊന്ന്, അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് വരും ദിവസങ്ങളിൽ അഴിമതി കേസുകളിലെല്ലാം കല്ലും നെല്ലും തിരിയുന്ന നിലയിലുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ സമൂഹം എത്തുകയാണ്. കേരളത്തിലെ ഖജനാവ് കൊള്ളയടിക്കപ്പെട്ട എല്ലാ അഴിമതി കേസുകളിലും, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയ എല്ലാ അഴിമതിയുടെ പാപക്കറകളിലും ഇരു മുന്നണികളും തുല്യ പങ്കാളിത്തമാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ കൊള്ളയടിച്ചുകൊണ്ട്, പാവപ്പെട്ട നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തെ ഒരു കള്ളപ്പണത്തിൻ്റെ ഉറവിടമാക്കി മാറ്റിയത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ EDയുടെ റിപ്പോർട്ട് എന്താണ്? കരുവന്നൂരിൽ, തൃശ്ശൂർ ജില്ലയിൽ മാത്രം 32 സഹകരണ ബാങ്കുകളിൽ CPM നേതാക്കന്മാർ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ട്. CPMന് 32 സഹകരണ സ്ഥാപനങ്ങൾ അവരുടെ പാർട്ടിയുടെ കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി മാത്രം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലും CPMന് കള്ളപ്പണം നിക്ഷേപിക്കാനുള്ള സഹകരണ സ്ഥാപനങ്ങളുണ്ട്. സഹകരണ കൊള്ളയ്ക്കെതിരായിട്ടുള്ള ED അന്വേഷണവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ പാർട്ടിയുടെ പങ്ക് പുറത്തു വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനും ഒന്നും തന്നെ ഒരു ധാർമ്മിക നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസും പല സഹകരണ അഴിമതിയിലും നേരിട്ട് പങ്കാളികളായിട്ടുള്ളത്. ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടും നമ്മുടെ നാട്ടിൽ. മാസപ്പടി, ചില ആളുകൾക്ക് ഒരു സംശയം, മാസപ്പടി വിഷയത്തിൽ. മാസപ്പടി ഒരു ചെറിയ സംഭവവികാസമല്ല കേരളത്തിൽ. അതൊരു കമ്പനി 1.72 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകി എന്നുള്ള നിലയിൽ നമുക്കതിനെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന ഒരു സംഭവമല്ല മാസപ്പടി വിവാദം. അതിനേക്കാൾ അപ്പുറത്തൊക്കെയുള്ള മാനങ്ങൾ മാസപ്പടി വിവാദത്തിലുണ്ട്. 100 കണക്കിന് കോടി രൂപ ഒരു വ്യവസായ സ്ഥാപനം, അതും പാരിസ്ഥിതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപാടുകൾ നടത്തുന്ന, കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനി 100 കോടിയോളം രൂപ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും എന്തിനു നൽകിയെന്നുള്ള ഒരു ധാർമ്മികമായ ചോദ്യം നിൽക്കുകയാണ്. 1,72 ലക്ഷം രൂപയുടെ കാര്യമല്ല ഇത്. മാസപ്പടി വിവാദത്തിൽ 2 മുന്നണികളുടെയും വികൃതമായ മുഖം പുറത്തു വരിക തന്നെ ചെയ്യും. പിണറായി വിജയനും മകളും, അപ്പുറത്ത് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും. പൊന്തി വന്നിരിക്കുന്ന പേരുകൾ ഇതൊക്കെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പേരുകൾ മാസപ്പടി വിവാദത്തിൽ ഇരു മുന്നണികളിലെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മാസപ്പടി വാങ്ങിയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ശരിയായ അന്വേഷണത്തിൽ കേരളത്തിലെ 2 മുന്നണികളും കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ ഏറ്റവും ബീഭത്സമായിട്ടുള്ള മുഖമാണ് ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അഴിമതിക്കെതിരായി നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഇരു മുന്നണികളുടെയും അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ
ശക്തമായ നിലപാടുകൾക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഈ രണ്ട് മുന്നണികളുടെയും അഴിമതിക്കെതിരായിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റവും പോരാട്ടങ്ങളും തുടരും. അതിനുവേണ്ടി കൂടിയാണ് ഈ കേരള പദയാത്ര ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ട് മുന്നണികളുടെയും ജനവിരുദ്ധ നയങ്ങൾ, അഴിമതി, കൊള്ള, ഇതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്ന വേണ്ടി നടത്തുന്ന പദയാത്രയാണിത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായി നടത്തുന്നതിന് വേണ്ടിയുള്ള പദയാത്രയാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയൻ്റെ ഗ്യാരണ്ടി പോലെയല്ല. മോദിയുടെ ഗ്യാരണ്ടി എല്ലാ മേഖലകളിലും രാജ്യം 2014 വരെ നേടിയ നേട്ടങ്ങളെല്ലാം അതിൻ്റെ ഇരട്ടിയിലധികം നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് 2014 വരെ എത്ര കിലോമീറ്റർ ദേശീയപാത വികസിച്ചിരുന്നോ അതിൻ്റെ ഒരിരട്ടിയിലധികം. ഞാൻ എല്ലാത്തിൻ്റെയും കണക്ക് തരാം. ഇന്ത്യയിൽ ആകെ എത്ര മെഡിക്കൽ കോളേജുകൾ 2014 വരെ ഉണ്ടായിരുന്നു? 2014 മുതൽ 2024 വരെ എത്ര മെഡിക്കൽ കോളേജുകൾ വന്നു? ഇന്ത്യയിലാകെ എത്ര IITകൾ 2014 വരെ ഉണ്ടായിരുന്നു? 2014 ശേഷം 2024 വരെ ഇന്ത്യയിൽ എത്ര IIT? ഞാൻ തരാം, എല്ലാത്തിൻ്റെ കണക്ക് തരാം. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു കപട വാഗ്ദാനമല്ല, ഉറപ്പുള്ള വാഗ്ദാനമാണ്. മോദിയുടെ ഗ്യാരണ്ടിയുടെ ഫലമായിട്ടാണ് രാജ്യത്ത് 12% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായത്. ഇത്രയും ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ 12% ആളുകളുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയിൽ നിന്ന് മുകളിലായ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. മോദിയുടെ ഗ്യാരണ്ടിയാണ് 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ സാമ്പത്തിക രംഗത്ത് 5ാം സ്ഥാനത്തായി മാറിയത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം മുകളിലായി മാറിയത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ജൽജീവൻ മിഷൻ വഴി കുടിവെള്ളം യാഥാർത്ഥ്യമായത്. അങ്ങനെ എല്ലാ മേഖലകളിലും മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ അയോധ്യയും പെടും. മോദിയുടെ ഗ്യാരണ്ടി മോദി പറഞ്ഞതെല്ലാം എന്താണോ അത് ഉറപ്പുവരുത്തുകയാണ് ഓരോന്നും. അത് 370 വകുപ്പും പെടും, അയോധ്യയും പെടും. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്, നടപ്പാവുന്ന ഗ്യാരണ്ടിയാണ്, പരീക്ഷിച്ച് വിജയിച്ച ഗ്യാരണ്ടിയാണ്. പിണറായി വിജയനെ പോലെ ബഡായി അല്ല. പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനും മാത്രം സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടിയല്ല. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടിയാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഗ്യാരണ്ടിയാണ്. കണക്കുകൾ കള്ളം പറയില്ല. ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു ഇവിടെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ. കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് അടിസ്ഥാന മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം വളരെ ട്രാൻസ്പെറൻറ്റ്, പകൽ പോലെ വ്യക്തമാണ്. അല്ലല്ല, അങ്ങനെയല്ല. കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ട് സാർ. നിങ്ങൾ ഈ AKI സെൻറ്ററിലെ ക്യാപ്സൂളോട് ചോദിക്കില്ല. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി എന്തെല്ലാം ചെയ്തു, 2014 വരെയുള്ള കാലത്ത് മുൻ സർക്കാരുകൾ എന്തെല്ലാം ചെയ്തു, ഞങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നത്. അല്ലാതെ ഇതിന് വേറെ ഇതൊന്നുമില്ല. എല്ലാ മുൻ സർക്കാരുകളുടെ തുടർച്ച തന്നെയാണ്. രാജ്യം ഒരു തുടർച്ചയാണ്. പക്ഷേ 47 മുതൽ 2014 വരെ എന്ത് നടന്നു, 2014 മുതൽ 2024 വരെ എന്ത് നടന്നു എന്നുള്ളതാണ് ഇന്ത്യ ചരിത്രത്തിൽ ഈ കമ്പാരിറ്റീവ്